ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ വലിയ ആഘോഷം നടക്കുന്നു. അവർ വിജയാരവം മുഴക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ ചെയ്യുന്നു. നിതിൻ, പാർട്ടി പ്രവർത്തകർക്കും ഒപ്പം നേതാക്കൾക്കും എല്ലാം തന്നെ വലിയ ആശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡൽഹി മുഖ്യമന്ത്രി ഒപ്പം ആം ആദ്മി പാർട്ടി ലീഡർ അരവിന്ദ് കെജ്രിവാൾ ഇഡിയുടെ കസ്റ്റഡിയിൽ നിന്ന് മുക്തനാവുന്നു. ജയിലിൽ നിന്ന് മുക്തനായി പുറത്തേക്ക് വരുന്നു. ഇടക്കാല ജാമ്യമാണെങ്കിൽ കൂടി തന്നെ രാഷ്ട്രീയമായി വലിയ ഗുണം ചെയ്യുന്ന കാര്യം പാർട്ടി പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുന്നു നിതിൻ? പ്രജിൻ, ഇടക്കാല ജാമ്യമാണെങ്കിലും പ്രവർത്തകർക്ക് ഒന്നടങ്കം ആവേശം നൽകുന്നതാണ് ഈ തീരുമാനം. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തും ഇടക്കാല ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തകർ ആഘോഷിക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ ഇവിടെ സംഘടിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ ഇനിയുള്ള മണിക്കൂറിലടക്കം ഇവിടെ എത്തിച്ചേരും. നമുക്കറിയാം, മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത്. അതിനുശേഷം ജയിലിൽ വന്ന ഘട്ടത്തിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം അരങ്ങേറിയ സ്ഥലമാണ് ആം ആദ്മി പാർട്ടി ആസ്ഥാനം. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവരുടെ നേതാവിനെ പ്രചരണത്തിലിറങ്ങാൻ കഴിയുമെന്നത് ഏറെ ആശ്വാസകരമാണ്. ആം ആദ്മി പാർട്ടി സംബന്ധിച്ചാണെങ്കിൽ നിലവിൽ ഇപ്പോൾ പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ ആഹ്ലാദ പ്രകടനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേരും. മന്ത്രിമാരായ അതിഷി, അതോടൊപ്പം തന്നെ സൗരഭ് ഭരദ്വാജ് എല്ലാം തന്നെ ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തിന്റെ അല്പസമയത്തിന് തന്നെ അവർ മാധ്യമങ്ങളെ കാണും. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി ഉന്നയിച്ചൊരു കാര്യമാണ്, ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരമൊരു നീക്കം എന്നുള്ളത്. ഒരു പരിധിവരെ അത് ശരിവെക്കുന്ന ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തും ഉണ്ടായതെന്ന് പറയാം. കാരണം ജൂൺ 1 വരെ ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൽഹിയിലെ 7ാം ഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഡൽഹിയിൽ വോട്ടെടുപ്പിന് പോകാനിരിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ അരവിന്ദ് കെജ്രിവാളിന് പ്രചരണത്തിൽ ഇറങ്ങാൻ സാധിക്കും. അങ്ങനെ അതൊരു ആം ആദ്മി പാർട്ടി സംബന്ധിച്ചാണെങ്കിൽ വലിയ തരത്തിലൊരു നേട്ടമായി മാറും എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ചും ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കെജ്രിവാളിന് ഒരു വോട്ട് എന്നൊരു പ്രചരണമാണ് ആം ആദ്മി പാർട്ടി ഏതാനും ദിവസങ്ങളായി തന്നെ ഉന്നയിച്ചുകൊണ്ട് പ്രചരണം ശക്തമാക്കിയത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അറസ്റ്റ് റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു ജാമ്യം നേരത്തെ ആം ആദ്മി പാർട്ടി നൽകിയെങ്കിലും പക്ഷേ പിന്നീട് അത് എന്തായാലും അനന്തമായി ആ വാദം നീളാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഇവിടെ വലിയ ആവേശത്തോടെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ ഇവിടെ സംഘടിച്ച് എത്തുകയാണ് ഇപ്പോൾ അല്പസമയത്തിനകം. കൂടാതെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും ഇന്ന് ഡൽഹിയിൽ എത്തുന്നുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഈ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ആവേശത്തോടുകൂടി അല്ലെങ്കിൽ വലിയ സ്വീകരണം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ഇവിടേക്ക് സ്വീകരണം ഒരുക്കും. നമുക്കറിയാം, നേരത്തെ സഞ്ജയ് സിംഗും സമാനമായ നിലയിൽ തന്നെ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ വലിയ ആഘോഷം ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് രാത്രി ഏറെ വൈകിയും ഉണ്ടായിരുന്നു. സമാനമായ ഒരു ദിവസമാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ തലവിന് ജാമ്യം ലഭിക്കുന്നു. മാത്രമല്ല രാഷ്ട്രീയ പ്രചരണത്തിനായി ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളടക്കം ലോക്സഭ എന്തായാലും അവിടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരുടെ വലിയ ആവേശം, അവർ മുദ്രാവാക്യം വിളികളിൽ അവിടെ ആഘോഷിക്കുകയാണ്. ഇടക്കാല ജാമ്യം തങ്ങളുടെ നേതാവിന് ലഭിച്ചത്. ബി ദിലീപ് കുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ദിലീപ് കുമാർ, ഈ കേസിന്റെ മെറിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കേസിലെ പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെങ്കിൽ ആ ഹർജിയിലെ പ്രധാനപ്പെട്ട കെജ്രിവാളിന്റെ ആവശ്യം അതിപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇഡിയുടെ അറസ്റ്റ് റദ്ദാക്കണമെന്ന ആവശ്യം, അതിനല്ല ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ആ ഹർജിയിലല്ല ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത്. മറിച്ച് ഈ ഇലക്ഷൻ പ്രചാരണത്തിനായി പോകാൻ അനുവദിക്കണം എന്ന കാര്യം കോടതി പരിഗണിക്കുന്നു. അത് അനുവദിക്കുന്നു. 21 ദിവസം പുറത്തു പോകാം എന്ന് കോടതി പറഞ്ഞു. പക്ഷേ അപ്പോഴും കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മറ്റേ ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ അതിലേക്ക്